ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കപ്പ പുട്ടാണ് കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടില് ഉണക്കി പൊടിച്ച കപ്പയാണ് കേട്ടോ ഇത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കണേ നമ്മളൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ കപ്പ. ഞങ്ങളിത് കുറേ ദിവസമായിട്ടോ ഉണക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ദാ മോള് ഉപ്പച്ചയാണ് കേട്ടോ കപ്പ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കപ്പ ദാ മോള് ഉപ്പച്ചന്നെ എല്ലാം ചെയ്യുന്നുട്ടോ. തൊലി കളയാണ് കേട്ടോ കപ്പയുടെ. ഇതിന് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി വാരിയെടുക്കണ്ടോ നമ്മള്. ഇതിന് നിറയെ മണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതാ തൊലി കളയലൊക്കെ കഴിഞ്ഞു. തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ കഴുകണത്. നന്നായി കഴുകി മണ്ണൊക്കെ കളയാൻ കേട്ടോ ഇതിൻ്റെ. അല്ലെങ്കിൽ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മണ്ണ് കടിക്കൂട്ടോ. അപ്പം നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതാ ഇനി ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട്, എന്നാലേ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി ഞാൻ വെയിലത്തിടാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ നല്ലൊരു പാഴ വിരിച്ചിട്ടുണ്ട് ഇതിൽ. ആ പാഴയിൽ നല്ലൊരു തുണി വിരിച്ചിട്ടുണ്ട്, ഒരു കോട്ടൻ്റെ തുണി. വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചെടുക്കും കേട്ടോ തുണി. അപ്പം മോളും എന്നെ സഹായിക്കണുണ്ട്. അപ്പം അത് നന്നായിട്ട് ചിക്കി പരത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് ചിക്കി പരത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതിൻ്റെ മുകളിൽ നമ്മൾ നല്ലൊരു വല ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വല ഇട്ടില്ലെങ്കിൽ കാക്കയും പിന്നെ പൊടിയൊക്കെ വന്ന് അടയും. പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ അത് കാറ്റടിക്കുന്നതിന് വേണ്ടി ഞാനൊരു വെയിറ്റ് വെക്കുന്നുണ്ടോ. മോള് കളിക്കണ ഒരു വട്ടാണ് കേട്ടോ വെക്കണത്. അപ്പോൾ മോൾക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഓൾ അതിലൊന്ന് ഇരുന്ന് നോക്കാട്ടോ ചെയ്യുന്നത്. മോൾക്ക് നല്ല കളി കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗത്തും വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വെയിൽ കൊള്ളട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇതിനൊന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണ്ടോ കൈ കൊണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു 2-3 ദിവസം കഴിഞ്ഞതാണ് കേട്ടോ. അത് ഏകദേശം ഉണക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നും കൂടി വെയിലത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രാവശ്യം വെയിലത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഉണങ്ങി ഇനി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അത് നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ പൊടിഞ്ഞോ പുറത്ത് തൂവി പോയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ പൊടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല പുട്ടൊക്കെ കഴിക്കാം അല്ലേ. അപ്പോൾ ഞാൻ നല്ലൊരു അരിപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പയിൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ട്രിപ്പ് ഒന്നിട്ട് പൊടിക്കട്ടെ. മൊത്തമായിട്ട് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളിത് അരിച്ചിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളയണം. അത് നന്നായി ഒരു പുട്ടിനുള്ള അരിപ്പിൻ്റെ ഇതെടുക്കണം കേട്ടോ. നമ്മൾ പുട്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കട്ടോ. നമുക്ക് കപ്പപ്പുട്ട് കപ്പപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റാണ് കേട്ടോ. ഇത് കൂടുതൽ വേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഒരു ഇത്തിരി വേസ്റ്റ് ഉള്ളൂ ഇത് പൊടിയാതെ ഇരുന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പൊടിയൊക്കെ റെഡി ആയി. നമ്മൾക്ക് പുട്ടുണ്ടാക്കാൻ കുറച്ച് തേങ്ങ ചിരവിയെടുക്കണം. അപ്പം തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി തേങ്ങ ഒന്ന് ചിരവി എടുക്കട്ടെ. അപ്പോൾ തേങ്ങ ചിരവലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടി എടുത്തിട്ട് നമുക്ക് പുട്ടിന് നനയ്ക്കണം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ എടുക്കണ്ടേ. അതിലൊരിത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഈ ഉപ്പിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പൊടിയിലാണ് കേട്ടോ മിക്സ് ചെയ്യണേ, വെള്ളത്തിലല്ല കേട്ടോ മിക്സ് ചെയ്യണേ. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമ്മൾ പുട്ടിന് സാധാ പുട്ടിന് കുഴക്കും പോലെ കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ അതിൻ്റെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചത് അങ്ങനെ കുഴച്ചെടുക്കുക.
നമ്മൾ കയ്യിൽ ഇങ്ങനെ കുഴഞ്ഞ് വരുന്ന പോലെ, അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പം ഞാൻ പുട്ടിൻ്റെ പൊടിയൊക്കെ റെഡി ആയിട്ടോ. ഇനി ഞാൻ കുറച്ച് വെള്ളം വെക്കട്ടെ പുട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് കുറച്ച് ഈ ബൗളിലേക്ക് ബാക്കിയുള്ള പൊടി ഇട്ട് എടുത്ത് വെക്കട്ടെ കേട്ടോ. അപ്പം അതൊക്കെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്നൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാനിത് പുട്ട് ചുടാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ ഒന്നും പുട്ടുപൊടി ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കപ്പപ്പുട്ടിൻ്റെ പൊടി. ഇപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ കപ്പപ്പുട്ടൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ റെഡിയായി നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കുറ്റിപ്പുട്ട് റെഡി ആയിട്ടോ. ഇനി അടുത്ത് ചുട്ടെടുക്കുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഈ പുട്ടൊന്നൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ. അപ്പം നമ്മൾ രണ്ടാമത്തെ പുട്ടും റെഡി ആയിട്ടോ. നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മൾ നല്ല കറിയോ ബീഫോ കടലക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. ഒന്നുമില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മളിതിൽ പഴവും പുട്ടാണ് കേട്ടോ കഴിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. പുട്ടും പഴവും നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പം ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ട് പുട്ടേന്ന്. ഞാനും മോളും കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പുട്ട്. അപ്പൊ മോള് പറയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയാട്ടോ എന്നോട്. ചൂടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം.